NCPയിൽ തോമസ് കെ തോമസും മന്ത്രി AK ശശീന്ദ്രനും തമ്മിൽ വാക്കേറ്റം എന്ന രീതിയിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അതായത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ ശശീന്ദ്രന് എതിർപ്പുണ്ട്. അറ്റകൈ എന്ന രീതിയിൽ പിണറായിയോട് പറഞ്ഞ് എങ്ങനെയും മന്ത്രിസ്ഥാനത്ത് കടിച്ചു തൂങ്ങാനുള്ള നാണംകെട്ട കളിയാണ് ശശീന്ദ്രൻ നടത്തുന്നത്. എന്നാൽ ശശീന്ദ്രന് ഇനി അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം പാർട്ടിയുടെ അധ്യക്ഷനായ ശരത് പവാർ ശശീന്ദ്രനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. ശശീന്ദ്രനെ പാർട്ടിക്ക് തന്നെ വേണ്ട എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്നാൽ മാണി സി കാപ്പനെ തിരികെ കൊണ്ടുവരുന്നതിലെ ഔചിത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരത് പവാർ ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മാണി സി കാപ്പൻ NCPയുടെ കൂടെ ഉണ്ടെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ NCPക്ക് വലിയ കരുത്തായിരിക്കും. നമുക്കറിയാം, കേരള കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായിരുന്ന പാല മാണി സി കാപ്പനിലൂടെയാണ് NCP പിടിച്ചെടുത്തത്. ജോസ് ടോം പുലിക്കുന്നിലിനെ 3000-ഓളം വോട്ടുകൾക്ക് തറ പറ്റിച്ചുകൊണ്ട് മാണിയുടെ വിയോഗത്തിനോടനുബന്ധിച്ച് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ കരുത്ത് തെളിയിച്ചതാണ്. പിന്നെ അങ്ങോട്ട് മാണിയുടെ മകനായ ജോസ് മാണിയെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് മാണി സി കാപ്പൻ വിജയ തേരോട്ടം തുടർന്നത്. അതുകൊണ്ട് തന്നെ പാല മാണി സി കാപ്പൻ്റെ കുത്തകയായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരത് പവാറിന് കൃത്യമായി അറിയാം ഇനി ഒരിക്കലും പാല ചാഞ്ചാടില്ല എന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും AK ശശീന്ദ്രനെ എടുത്ത് കളയാൻ ശ്രമിക്കുന്നത്. ഏലത്തൂർ മണ്ഡലത്തിൽ AK ശശീന്ദ്രനല്ല ഏത് സ്ഥാനാർത്ഥി നിന്നാലും ഇടതുപക്ഷത്തിന് കരുത്തുള്ള സ്ഥലമാണെന്ന് ശരത് പവാറിന് കൃത്യമായും നേതാക്കൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ ശശീന്ദ്രന് എതിരായി കഴിഞ്ഞിരിക്കുന്നു. തോമസ് കെ തോമസ് മന്ത്രിയാകേണ്ടത് അനിവാര്യമാണെന്ന് PC ചാക്കോയും കൃത്യമായി പൂർണ്ണ സമ്മതം മൂളിയതോടെ ശശീന്ദ്രൻ ഒരുപക്ഷെ അച്ചടക്ക നടപടി വരെ നേരിടാൻ സാധ്യതയുണ്ട്. അതിനിടയിൽ മറ്റൊരു പൊട്ടിത്തെറി കൂടി വരികയാണ്. ജനതാദൾ സെക്കുലറിൽ മന്ത്രി കൃഷ്ണൻകുട്ടിക്കെതിരെ മാത്യു ടി തോമസ് ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. കൃഷ്ണൻകുട്ടിയുടെ ഏകാധിപത്യ നടപടിയാണ് ജനതാദൾ സെക്കുലറിനെ ഇങ്ങനെയാക്കിയിരിക്കുന്നതെന്നും ജോസ് തെറ്റയിലും താനും ശക്തമായി അതിനെതിരെ പ്രതികരിക്കുമെന്നും മാത്യു ടി തോമസ് പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള കോളിളക്കം ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ജനതാദൾ സെക്കുലറിൽ പ്രധാന നേതാക്കളാണ് ജോസ് തെറ്റയിലും മാത്യു ടി തോമസും. കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിശക്തമായ എതിർപ്പ് തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മാത്യു ടി തോമസ് അത് പല വേദികളിൽ വെച്ച് പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും ഗൗനിക്കാതെ പിണറായി വിജയനും കൃഷ്ണൻകുട്ടിയും വലിയ രീതിയിൽ ഏകാധിപത്യ നടപടികളുമായി മുന്നോട്ട് പോയി. എന്നാൽ ഇനിയും ഈ നെറുകേടിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് ജോസ് തെറ്റയിൽ കർക്കശത്തോടെ പറഞ്ഞതോടുകൂടി വിഷയം വലിയ രീതിയിൽ പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ്. BJPയുടെ സഖ്യകക്ഷിയായ കുമാരസ്വാമിയുടെ JDSൻ്റെ കേരള ഘടകമാണ് എന്ന് എല്ലാവരും പറയുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻകുട്ടിയെ മാറ്റിക്കൊണ്ട് കൃത്യമായും രാഷ്ട്രീയ നീക്കം നടത്തണം. UDFൻ്റെ കൂടെ സഹകരിക്കേണ്ട അനിവാര്യതയുണ്ട് എന്ന് ജോസ് തെറ്റയിലും മാത്യു ടി തോമസും പറഞ്ഞിരിക്കുന്നു. എന്നാൽ LDF വിട്ടൊരു ചിന്തയേ ഇല്ല എന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞതോടുകൂടി പ്രശ്നം അതീവ ഗൗരവമായി കഴിഞ്ഞിരിക്കുകയാണ്. കൃഷ്ണൻകുട്ടിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം കാലാകാലം ഇവിടെ ഭരിച്ചു കളയും എന്നാണല്ലോ എന്ന് പരസ്യമായി കളിയാക്കിക്കൊണ്ട് ജോസ് തെറ്റയിൽ എത്തിയതോടുകൂടി പ്രശ്നം അതിസങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു. NCPയും JDSും അട്ടിച്ച് പിരിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം.